ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ പാരീസിൽ ഫസ്റ്റ് ടൈം കാല് വെച്ചു. പിന്നെ പാരീസ് വിസിറ്റ് ചെയ്യാൻ വന്നതല്ല കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ എടുത്ത ഫ്ലൈറ്റ് എയർ ഫ്രാൻസ് ആയിരുന്നു. അതുകൊണ്ട് സ്റ്റോപ്പ് ഓവർ ഫ്രാൻസിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് എൻ്റെ എൽ വിങ്ങിന്ന് കെ വിങ്ങിലോട്ട് പോവാട്ടോ. എല്ലാം ഒരേ ഗേറ്റ് തന്നെ, പക്ഷേ ഓരോ വിങ്ങിലോട്ട് പോലും ട്രെയിൻ വേണം. അത്രയും വലിയ എയർപോർട്ടാണ് ഇത്. ആദ്യമൊക്കെ മെട്രോയിലേക്ക് കയറി പോകണമെങ്കിൽ എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പം ഇന്നൊരു പുത്തിയല്ല കേട്ടോ. ട്രാവൽ ചെയ്ത് ഇപ്പം ഞാൻ ഒരു എക്സ്പെർട്ട് ആയെന്ന് പറയാം. 9 hour ജേർണിക്ക് ശേഷം ഞാൻ നല്ല ടയേർഡാണ്. അങ്ങനെ ആളുകളൊക്കെ കയറി ഡോറും ക്ലോസ് ആയി. പിന്നെ ട്രെയിനും സ്റ്റാർട്ടായി കേട്ടോ. ഇതാണ് പുറത്തെ കാഴ്ചകൾ. ഇതെല്ലാം എയർപോർട്ടിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പിന്നെ പുറത്ത് നോക്കുമ്പം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇവിടെ എല്ലാം ഫ്രഞ്ചിലായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നേ. പണ്ട് സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ എളുപ്പത്തിന് ഹിന്ദി എടുത്തേ. അന്ന് ഫ്രഞ്ച് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്തിരി ഷൈൻ ചെയ്യായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫ്രാൻസിലും വന്നു, ഫ്രഞ്ചും അറിയില്ല, ഇംഗ്ലീഷ് വെച്ചെന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. പിന്നെ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത് തന്നെ സെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ. സെക്യൂരിറ്റിയിൽ ഇവിടെ വള വരെ ഊരി ട്രേക്കകത്ത് വെക്കണം. ഇത് ഇവിടുത്തെ പരിപാടിയല്ലേ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടി കാണണേ. അങ്ങനെ സെക്യൂരിറ്റി കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പം ദേ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ്, ഷെനലും ഡിയോറും നമുക്ക് അടുക്കാൻ പോലും പറ്റാത്ത സാധനങ്ങളാട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കി രസിച്ചിങ് പോയേ. പിന്നെ എല്ലാം കാണാൻ നല്ല ഭംഗിയും രസമൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ ക്രീമുകളൊക്കെ 15,000 20,000 രൂപയുടെ ക്രീമുകളാണ്. ആർക്ക് വേണം? ഉള്ള ബ്യൂട്ടിക്ക് മതി അല്ലേ. ഇതൊക്കെ എല്ലാം എക്സ്പെൻസീവ് പെർഫ്യൂംസ് കേട്ടോ. ഞാൻ ചുമ്മാ സ്പ്രേ അടിച്ച് മണത്തൊക്കെ നോക്കി. പിന്നെ ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണേ. ഐഫിൽ ടവറിൻ്റെ ഒരു ബോട്ടിലിനകത്ത് ആക്കി വെച്ച്. പിന്നെ ഒരു രസം കണ്ടോ, ഇതൊരു റോബോട്ടാണേ. തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റ് കളക്ട് ചെയ്യാൻ നടക്കുക കേട്ടോ. ഇനി ആളുകളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവേ. ഇത് കണ്ടോ, എല്ലാവർക്കും കൗതുകം തോന്നിയ ഒരു സാധനമാണിത്. ഞാനും അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു, ഹായൊക്കെ പറഞ്ഞ് ഞാനും പോയി കേട്ടോ. കണ്ണൊക്കെ അടിച്ച് ചിമ്മി കാണിക്കുന്നുണ്ട്, ചിരിക്കുന്നുമുണ്ട്. കാണാവോ എന്തോ, അല്ല മനസ്സിലാകുന്നുണ്ടോ എന്തോ. അപ്പം എല്ലാവർക്കും ബൈ ഫ്രം പാരീസ്.